ടോപ്പ് ട്യൂഷൻ അവതരിപ്പിക്കുന്ന മാത്തമാറ്റിക്സ് ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ മാത്സ് ബുക്കിൽ വരുന്ന ചാപ്റ്റർ 9 ആയ റിയൽ നമ്പേഴ്സിലെ റിവിഷൻ ക്വസ്റ്റ്യൻസുകളാണ്. ഈ ഒരു ട്യൂട്ടോറിയലിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ടെക്സ്റ്റ് ബുക്കിൽ വരുന്ന ക്വസ്റ്റ്യൻസുകളാണ്. ക്വസ്റ്റ്യൻ: കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ ബിലോ. Expand the table by taking some more pairs xy of numbers. Do you see any relation between mod xy and mod x into mod y? ഇപ്പോൾ താഴെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ചും കൂടെ ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ കൂടെ കുറച്ച് എക്സ് വൈ പെയേഴ്സിന് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അത് ഈ ടേബിൾ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. അതുപോലെ തന്നെ മോഡ് എക്സ് വൈയും അതുപോലെ മോഡ് എക്സിൻ്റെ മോഡ് വൈയും തമ്മിലുള്ള എന്തെങ്കിലും റിലേഷൻ ഉണ്ടോയെന്നും കൂടെ ചെക്ക് ചെയ്യണം. അപ്പോൾ ടേബിൾ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. ആൻസർ: മോഡ് എക്സ് പറയുന്നത് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ മോഡ് എക്സ് വൈ പറയുന്നത് എന്തായിരിക്കും? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ആണ്. മോഡ് എക്സ് വൈനെ നമുക്ക് റൂട്ട് എക്സ് സ്ക്വയറും അതുപോലെ റൂട്ട് വൈ സ്ക്വയർ ആക്കി എഴുതാം. അപ്പോൾ മോഡ് എക്സ് വൈ ഈക്വൽ ടു മോഡ് എക്സ് ഇൻറ്റു മോഡ് വൈ. അതായത് മോഡ് എക്സ് വൈ പറയുന്നത് എന്താണ്? മോഡ് എക്സ് ഇൻറ്റു മോഡ് വൈ ആണ്. അതാണ് അവർ തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ കുറച്ച് വാല്യൂസ് തന്നിട്ടുണ്ട്. എക്സ് വൈയും അത് 4ഉം 3ഉം തന്നിട്ടുണ്ട്. അപ്പോൾ എക്സ് വൈ പറയുന്നത് 12 ആണ്. മോഡ് എക്സ് പറയുന്നത് 4ഉം അതുപോലെ മോഡ് വൈ പറയുന്നത് 3 ആണ്. മോഡ് എക്സ് പറഞ്ഞാൽ നമ്മുടെ ഈ എക്സ് വാല്യൂവിൻ്റെ മോഡ്. അപ്പോൾ അത് മൈനസ് ആണെങ്കിൽ പ്ലസ് ആവും, പ്ലസ് ആണെങ്കിൽ പ്ലസ് തന്നെയാണ് ആവുന്നത്. അതുപോലെ 3 വന്നിട്ട് അതിൻ്റെ മോഡ് പറയുന്നത് നമ്മൾ എടുക്കുന്നത് പോസിറ്റീവായിട്ടാണ്. ഇനി മോഡ് എക്സ് വൈ എന്താണ്? മോഡ് എക്സ് വൈ 12 ആണ്. അപ്പോൾ അതും 12 തന്നെയാണ്. മോഡ് എക്സ് ഇൻറ്റു മോഡ് വൈ, അതായത് 4 ഇൻറ്റു 3 ചെയ്താൽ 12 ആണ്. അപ്പോൾ മോഡ് എക്സ് വൈയും മോഡ് എക്സ് ഇൻറ്റു മോഡ് വൈയും സെയിം വാല്യൂ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് നമുക്ക് -4ഉം 3 ഇട്ടും ചെയ്യാം. അപ്പോൾ -4ഉം 3ഉം ആണെങ്കിൽ എക്സ് വൈ പറയുന്നത് 4 ഇൻറ്റു 3 -4 ഇൻറ്റു 3, അതായത് -12 ആണ്. അതുപോലെ മോഡ് എക്സ് പറയുന്നത് -4ൻ്റെ മോഡ് എക്സ് പറയുന്നത് +4 ആണ്. അതുപോലെ വൈ പറയുന്നത് മോഡ് വൈ പറയുന്നത് 3 ആണ്. അപ്പോൾ അതും 3 ആണ്. അതുപോലെ മോഡ് എക്സ് വൈ പറയുന്നത് -12ൻ്റെ മോഡ് എക്സ് വൈ ആണ്. അപ്പോൾ അത് +12 ആവും. ഇനി മോഡ് എക്സ് ഇൻറ്റു മോഡ് വൈ ചെയ്യുക, അതായത് 4 ഇൻറ്റു 3 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടാം? 12 ആണ് കിട്ടുക. അപ്പോൾ മോഡ് എക്സ് വൈയും മോഡ് എക്സ് ഇൻറ്റു മോഡ് വൈ പറയുന്നത് സെയിം വാല്യൂ തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് 4ഉം -3ഉം ചെയ്യാം, അതുപോലെ -4ഉം -3ഉം ചെയ്യാം. അപ്പോൾ ഈ -4ഉം -3 എടുക്കുകയാണെങ്കിൽ -4 പറയുന്നത് എക്സ് വാല്യൂ പറയുന്നത് -4 ആണ്. അതുപോലെ വൈ വാല്യൂ പറയുന്നത് -3 ആണ്. അപ്പോൾ എക്സ് വൈ പറയുന്നത് -4 ഇൻറ്റു -3 പറയുന്നത് +12 കിട്ടി. ഇനി മോഡ് എക്സ് പറയുന്നത് എന്താണ്? -4ൻ്റെ മോഡ് എക്സ് പറയുന്നത് 4 ആണ്. അതുപോലെ മോഡ് വൈ പറഞ്ഞാൽ -3ൻ്റെ മോഡ് വൈ പറയുന്നത് +3 ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 12 ആണ് കിട്ടുക. അതുപോലെ മോഡ് എക്സ് വൈ എന്താണ്? 12 ആണ്. അപ്പോൾ ഇത് രണ്ട് വാല്യൂ സെയിം ആണ് കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ ഈ ടേബിളിൽ തന്ന ഓരോന്നും നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ കുറച്ചും കൂടി വാല്യൂസ് എടുത്ത് ചെയ്യേണ്ടത്, അത് 3 ഇൻറ്റു 3യും 3യും അതുപോലെ -3 3 -3 എടുത്തിട്ട് കുറച്ച് വാല്യൂസ് ഇട്ടിട്ട് നമ്മൾ ഈ ടേബിളിൽ നിന്ന് എക്സ്പാൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്നും എങ്ങനെയാണ് വരുന്നത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ദ വാല്യൂസ് ഓഫ് ബോത്ത് മോഡ് എക്സ് വൈ ആൻഡ് മോഡ് എക്സ് മോഡ് വൈ ആർ സെയിം. അതായത് മോഡ് എക്സ് വൈൻ്റെയും മോഡ് എക്സ് മോഡ് വൈൻ്റെയും വാല്യൂസ് പറയുന്നത് സെയിം ആണ്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ. ഇതുപോലുള്ള കൂടുതൽ ക്ലാസ്സുകൾ പബ്ലിഷ് ചെയ്യുവാൻ ഞങ്ങൾക്കത് പ്രചോദനമാകും. ക്വസ്റ്റ്യൻ: പ്രൂവ് ദാറ്റ് മോഡ് എക്സ് വൈ ഈക്വൽ ടു മോഡ് എക്സ് ഇൻറ്റു മോഡ് വൈ ഫോർ എനി 2 നമ്പേഴ്സ് എക്സ് ആൻഡ് വൈ. ഇപ്പോൾ എക്സ് ആൻഡ് വൈ പറയുന്ന എക്സ് ആൻഡ് വൈ ഏതൊരു നമ്പർ എടുത്താലും മോഡ് എക്സ് വൈ പറയുന്നത് മോഡ് എക്സ് ഇൻറ്റു മോഡ് വൈ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അതങ്ങനെ പ്രൂവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് ഒന്നിൽ കൂടുതൽ സിറ്റുവേഷൻ എടുത്ത് നോക്കാം. ഒരു 4 കേസസ് നമുക്കിവിടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിൽ കേസ് 1 പറയുന്നത് ബോത്ത് എക്സ് ആൻഡ് വൈ ആർ പോസിറ്റീവ് നമ്പേഴ്സ്. അപ്പോൾ ഈ എക്സും വൈയും പോസിറ്റീവ് നമ്പേഴ്സ് ആയിട്ട് എടുക്കാം. അതിൽ മോഡ് എക്സ് പറയുന്നത് എന്തായിരിക്കും? എക്സ് ആയിരിക്കും, അതായത് അത് പോസിറ്റീവ് ആണ്. മോഡ് വൈ പറയുന്നത് വൈ ആയിരിക്കും, അതും പോസിറ്റീവ് ആയിരിക്കും.
അപ്പോൾ മോഡ് എക്സ് വൈ ഈക്വൽ ടു പോസിറ്റീവ്, മോഡ് എക്സ് ഇൻറ്റു മോഡ് വൈ ഈക്വൽ ടു പോസിറ്റീവ്. അപ്പോൾ മോഡ് എക്സ് വൈയും പോസിറ്റീവ് ആയിരിക്കും, മോഡ് എക്സ് ഇൻറ്റു മോഡ് വൈയും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മോഡ് എക്സ് വൈ ഈക്വൽ ടു മോഡ് എക്സ് ഇൻറ്റു മോഡ് വൈ എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇനി രണ്ടാമത്തെ കേസ് എടുക്കാം. ലെറ്റ് എക്സ് ബി എ പോസിറ്റീവ് നമ്പർ ആൻഡ് വൈ ബി എ നെഗറ്റീവ് നമ്പർ. ഇപ്പോൾ എക്സ് പറയുന്നത് ഒരു പോസിറ്റീവ് നമ്പർ ആയിട്ട് എടുക്കാം, അതുപോലെ വൈ പറയുന്നത് ഒരു നെഗറ്റീവ് നമ്പർ ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ മോഡ് എക്സ് പറയുന്നത് എക്സ് ആയിരിക്കും, അത് പോസിറ്റീവ് ആണ്. മോഡ് മൈനസ് വൈ ഈക്വൽ ടു വൈ ആയിരിക്കും, അതും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ മോഡ് എക്സ് വൈ ഈക്വൽ ടു മൈനസ് എക്സ് ഇൻറ്റു വൈ ദാറ്റ്സ് ഈക്വൽ ടു എക്സ് വൈ, അതും പോസിറ്റീവ് ആണ് വരിക. അപ്പോൾ ഇതിൽ നമ്മൾ തെളിയിച്ചു കഴിഞ്ഞാൽ മോഡ് എക്സ് വൈ പറയുന്നത് മോഡ് എക്സ് ഇൻറ്റു മോഡ് വൈ ആയിരിക്കുമെന്ന്. ഇനി മൂന്നാമത്തെ ഒരു കേസ് എടുക്കാം. ലെറ്റ് എക്സ് ആൻഡ് വൈ ആർ നെഗറ്റീവ് നമ്പേഴ്സ്. എക്സും വൈയും നെഗറ്റീവ് നമ്പേഴ്സ് ആയിട്ട് നമുക്ക് എടുക്കാം. അങ്ങനെയാണെങ്കിൽ മോഡ് നെഗറ്റീവ് എക്സ് ഈക്വൽ ടു എക്സ്, അപ്പോൾ എന്താണ് പോസിറ്റീവ് ആവും. മോഡ് മൈനസ് വൈ ഈക്വൽ ടു വൈ, അതും പോസിറ്റീവ് ആണ് കിട്ടുന്നത്. അപ്പോൾ മോഡ് എക്സ് വൈ ഈക്വൽ ടു മൈനസ് എക്സ് ഇൻറ്റു മൈനസ് വൈ ദാറ്റ്സ് ഈക്വൽ ടു എക്സ് വൈ, അതും പോസിറ്റീവ് ആണ് കിട്ടുന്നത്. ഇനി മോഡ് എക്സ് ഇൻറ്റു മോഡ് വൈ ചെയ്ത് കഴിഞ്ഞാൽ മോഡ് മൈനസ് എക്സ് ഇൻറ്റു മോഡ് മൈനസ് വൈ ചെയ്യാം, അതും എന്തായിരിക്കും എക്സ് വൈ ആണ് കിട്ടുന്നത്, അതും പോസിറ്റീവ് ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് പ്രൂവ് ചെയ്തു? മോഡ് എക്സ് വൈ ഈക്വൽ ടു മോഡ് എക്സ് ഇൻറ്റു മോഡ് വൈ എന്ന് പ്രൂവ് ചെയ്തു. ഇനി നാലാമത്തെ കേസ് നോക്കാം. എക്സ് ഈക്വൽ ടു 0, വൈ ഈസ് എ പോസിറ്റീവ് നമ്പർ. എക്സ് പറയുന്നത് 0 ആയിട്ട് എടുത്ത് വൈ പറയുന്നത് ഒരു പോസിറ്റീവ് നമ്പറാണ് നമ്മൾ എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മോഡ് എക്സ് പറയുന്നത് 0യും മോഡ് വൈ പറയുന്നത് വൈയും ആയിരിക്കും. അപ്പോൾ രണ്ടും പോസിറ്റീവ് ആണ്, വൈ പോസിറ്റീവ് ആണ്. ഇനി മോഡ് എക്സ് വൈ ഈക്വൽ ടു 0 എടുത്തു, അതുപോലെ മോഡ് എക്സ് ഇൻറ്റു മോഡ് വൈ എടുക്കുകയാണെങ്കിലും 0 ആണ് കിട്ടുന്നത്. അതായത് മോഡ് എക്സ് എന്താണ് 0 ആണ്, മോഡ് വൈ ഏതെങ്കിലും ഒരു പോസിറ്റീവ് നമ്പർ, പക്ഷെ അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് എന്താ കിട്ടുക? 0 ആണ് കിട്ടുന്നത്. അപ്പോൾ എക്സ് വൈ എന്തായിരിക്കും? 0 ആണ്. Therefore, mod xy equal to mod x into mod y. ഇനി ഒരു കേസും കൂടി നമുക്ക് നോക്കാം. കേസ് 5. x equal to 0, y equal to 0. എക്സും വൈയും 0 ആക്കി എടുക്കുന്നുണ്ട്. അതിൽ മോഡ് എക്സ് പറയുന്നത് 0 ആണ്, മോഡ് വൈ പറയുന്നത് 0 ആണ്. അപ്പോൾ മോഡ് എക്സ് വൈ എന്തായിരിക്കും? 0 ഇൻറ്റു 0 0 ആണ്. മോഡ് എക്സ് ഇൻറ്റു മോഡ് വൈ പറയുന്നത് 0 ഇൻറ്റു 0 0 ആണ്. Therefore, mod xy equal to mod x mod y. അപ്പോൾ ഈ 5 കേസിലും നമ്മൾ എന്താ തെളിയിച്ചിരിക്കുന്നത്? മോഡ് എക്സ് വൈ പറയുന്നത് മോഡ് എക്സ് ഇൻറ്റു മോഡ് വൈ ആണെന്നാണ്. Question. Complete the table below. Expand the table by taking some more pairs xy of numbers. Do you see any relation between mod x plus mod y and mod x plus 5? അപ്പോൾ താഴെ തന്നിരിക്കുന്ന ടേബിൾ കംപ്ലീറ്റ് ചെയ്യുക. ഇനി അതുപോലെ തന്നെ കുറച്ചും കൂടി പെയേഴ്സ് xy പെയേഴ്സ് എടുത്തിട്ട് നിങ്ങൾ ടേബിൾ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. അതുപോലെ തന്നെ മോഡ് എക്സ് പ്ലസ് മോഡ് വൈയും അതുപോലെ മോഡ് എക്സ് പ്ലസ് 5 തമ്മിൽ വല്ല റിലേഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ ഇപ്പോൾ ഇവിടെ ആദ്യത്തെ വാല്യൂസ് പറയുന്നത് 3യും 5 ആണ്. അപ്പോൾ എക്സ് പ്ലസ് 5 പറയുന്നത് 3 പ്ലസ് 5 8 ആണ്. മോഡ് എക്സ് പറയുന്നത് 3 ആണ്, അതുപോലെ മോഡ് വൈ പറയുന്നത് 5 ആണ്. മോഡ് എക്സ് പ്ലസ് മോഡ് വൈ പറയുന്നത് 8 തന്നെയാണ്. മോഡ് എക്സ് പ്ലസ് 5 പറയുന്നതും 8 ആണ്. രണ്ടാമത്തെ നമ്പർ ഒന്ന് നെഗറ്റീവ് ഒന്ന് പോസിറ്റീവ് ആണ്, -3യും 5ഉം. അപ്പോൾ എക്സ് പ്ലസ് 5 പറയുന്നത് 2 ആണ്. അത് രണ്ടും ഒന്ന് നെഗറ്റീവ് ഒന്ന് പോസിറ്റീവ് ആയതുകൊണ്ട് വലിയ നമ്പറിൽ നിന്ന് നമ്മൾ ചെറിയ നമ്പർ മൈനസ് ചെയ്തിട്ട് വലിയ നമ്പറുടെ സൈൻ ഇടുന്നത്. അതാണ് ഇവിടെ 2 വന്നത്. മോഡ് എക്സ് പറയുന്നത് 3 ആണ്, മോഡ് വൈ പറയുന്നത് 5 ആണ്. മോഡ് എക്സ് പ്ലസ് മോഡ് വൈ പറയുന്നത് 3 പ്ലസ് 5 8 ആണ്. അതുപോലെ എക്സ് പ്ലസ് വൈൻ്റെ മോഡ് പറയുന്നത് 2 ആണ്. അതുപോലെ 3യും -5 എടുത്തു കഴിഞ്ഞാൽ എക്സ് പ്ലസ് 5 പറയുന്നത് 3 പ്ലസ് -5 ആണ്, ദാറ്റ്സ് ഈക്വൽ ടു -2 ആണ്. വലിയ നമ്പറിൽ നിന്നും ചെറിയ നമ്പർ മൈനസ് ചെയ്തിട്ട് വലിയ നമ്പറുടെ സൈൻ ഇടാം. മോഡ് എക്സ് പറയുന്നത് 3 ആണ്, മോഡ് വൈ പറയുന്നത് 5 ആണ്. മോഡ് എക്സ് പ്ലസ് മോഡ് വൈ പറയുന്നത് 8 ആണ്. മോഡ് എക്സ് പ്ലസ് വൈ പറയുന്നത് 2 ആണ്, -2ൻ്റെ മോഡ് 2 ആണ്. അവർ രണ്ടും നെഗറ്റീവ് നമ്പേഴ്സ് എടുക്കാം, -3 ചെയ്യാം. അപ്പോൾ എക്സ് പ്ലസ് വൈ പറയുന്നത് -3 പ്ലസ് -5 ആണ്. ഇപ്പോൾ ഇത് രണ്ടും മൈനസ് ആയതുകൊണ്ട് രണ്ടും ആഡ് ചെയ്തിട്ട് മൈനസ് സൈൻ ഇടേണ്ടത്, ദാറ്റ്സ് ഈക്വൽ ടു -8. അപ്പോൾ മോഡ് എക്സ് പറയുന്നത് 3 ആണ്, മോഡ് വൈ പറയുന്നത് 5 ആണ്. അപ്പോൾ മോഡ് എക്സ് പ്ലസ് മോഡ് വൈ പറയുന്നത് 8 ആണ്.
മോഡ് എക്സ് പ്ലസ് വൈ പറയുന്നതും 8 ആണ്. അപ്പോൾ ഈ ടേബിളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം മോഡ് എക്സ് പ്ലസ് മോഡ് വൈ പറയുന്നത്, അതായത് മോഡ് എക്സ് പ്ലസ് മോഡ് വൈ പറയുന്നത് മോഡ് എക്സ് പ്ലസ് വൈനെക്കാളും ഗ്രേറ്ററോ അല്ലെങ്കിൽ ഈക്വൽ ആണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതായത് ഹിയർ വി ക്യാൻ സി ഫോർ ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ, എക്സ് ആൻഡ് വൈന് പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് വാല്യൂസ് ആണെങ്കിലും മോഡ് എക്സ് പ്ലസ് മോഡ് വൈ വന്നിട്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡ് എക്സ് പ്ലസ് വൈ ആണ്. ക്വസ്റ്റ്യൻ ഫൈൻഡ് എക്സ് സാറ്റിസ്ഫൈങ് ഈച്ച് ഓഫ് ദി ഇക്വേഷൻസ് ബിലോ. അപ്പോൾ നമുക്കൊരു 5 ഇക്വേഷൻ തന്നിട്ടുണ്ട്, 5ൽ 4 ഇക്വേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഇക്വേഷനിൽ എക്സിനെ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അതിൽ ആദ്യത്തെ പറയുന്നത് എക്സ് ഈക്വൽ ടു 5 ആണ്. പിന്നെ വരുന്നത് മോഡ് എക്സ് മൈനസ് 3 ഈക്വൽ ടു 2. മൂന്നാമത് പറയുന്നത് മോഡ് എക്സ് മൈനസ് 2 ഈക്വൽ ടു 3. നാലാമത്തെ മോഡ് എക്സ് പ്ലസ് 2 ഈക്വൽ ടു 3. അപ്പോൾ ഇതിൻ്റെ വാല്യൂസ് നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപിടിക്കാം. ആദ്യം എക്സ് ഈക്വൽ ടു 5ൽ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ മോഡ് എക്സ് ഈക്വൽ ടു 5 തന്നിട്ടുണ്ട്. അവിടെ എക്സ് പറയുന്നത് ഒന്നില്ലെങ്കിൽ പോസിറ്റീവ് 5 ആയിരിക്കും, അല്ലെങ്കിൽ -5 ആയിരിക്കും. അത് നമുക്ക് അതിൽ നിന്ന് തന്നെ പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. നെക്സ്റ്റ് പറയുന്നത് എക്സ് മൈനസ് 3 മോഡ് ഈക്വൽ ടു 2 ആണ്. അപ്പോൾ എക്സ് മൈനസ് 3 മോഡ് ഈക്വൽ ടു 2 ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ചാൽ 3ൻ്റെയും എക്സിൻ്റെയും ഡിഫറൻസ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് പറയുന്നത് 2 എന്നാണ്. അതായത് എക്സ് മൈനസ് 3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 കിട്ടും. ഇപ്പോൾ ഇതിൽ നിന്നും കൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സിൻ്റെയും 3ൻ്റെയും തമ്മിലുള്ള ഡിസ്റ്റൻസ് പറയുന്നത് 2 എന്നാണ്. സോ ദ വാല്യൂ ഓഫ് എക്സ് ഈസ് 2 മോർ ദാൻ 3 ഓർ 2 ലെസ് ദാൻ 3. അപ്പം അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ പറയുന്നത് 2 മോർ ദാൻ 2-നേക്കാളും 3 കൂടുതലായിരിക്കും, അല്ലെങ്കിൽ 2-നേക്കാളും 3 കുറവായിരിക്കും. അങ്ങനെയാണെങ്കിൽ എക്സ് പറയുന്നത് 2 പ്ലസ് 3 ആവാം, അല്ലെങ്കിൽ എക്സ് പറയുന്നത് 2 മൈനസ് 3 ആവാം. ദാറ്റ്സ് ഈക്വൽ ടു എക്സ് ഈക്വൽ ടു 2 പ്ലസ് 3 പറയുന്നത് 5 ആണ്, 2 മൈനസ് 3 പറയുന്നത് മൈനസ് ആണ്. അപ്പോൾ എക്സ് 5 ആവാം, അല്ലെങ്കിൽ -1 ആവാം. ഈ തേർഡ് നോക്കാം. മോഡ് എക്സ് മൈനസ് 2 ഈക്വൽ ടു 3 ആണ്. അപ്പോൾ ഇവിടെ പറയുന്നത് 2ൻ്റെയും എക്സിൻ്റെയും ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിഫറൻസ് പറയുന്നത് 3 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് പറയുന്നത് എന്തായിരിക്കും? 2 പ്ലസ് 3 ആയിരിക്കാം, അല്ലെങ്കിൽ എക്സ് പറയുന്നത് 2 മൈനസ് 3 ആയിരിക്കും. ദാറ്റ്സ് ഈക്വൽ ടു എക്സ് ഈക്വൽ ടു 5 ഓർ -1. 2 പ്ലസ് 3 പറയുന്നത് 5, 2 മൈനസ് 3 പറയുന്നത് -1. ഫോർത്ത് വൺ വന്നിട്ട് മോഡ് എക്സ് പ്ലസ് 2 ഈക്വൽ ടു 3 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് 2-നെ എക്സ് മൈനസ് -2 എന്നൊക്കെ എഴുതാം. ദാറ്റ്സ് ഈക്വൽ ടു 3 എന്ന് കൊടുക്കാം. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ -2 ആൻഡ് എക്സ് ഇസ് 3. അപ്പോൾ ഇവിടെ എക്സിൻ്റെയും -2 തമ്മിലുള്ള ഡിസ്റ്റൻസ് പറയുന്നത് 3 ആണ്. അപ്പോൾ therefore x ഈക്വൽ ടു -2 പ്ലസ് 3 ഓർ എക്സ് ഈക്വൽ ടു -2 മൈനസ് 3. ദാറ്റ്സ് ഈക്വൽ ടു എക്സ് ഈക്വൽ ടു -2 പ്ലസ് 3 പറയുന്നത് +1 ആണ്, -2 മൈനസ് 3 പറയുന്നത് -5 ആണ്. എക്സ് ഈക്വൽ ടു 1 ഓർ -5. ക്വസ്റ്റ്യൻ ഫൈൻഡ് ബിറ്റ്വീൻ വിച്ച് നമ്പേഴ്സ് എക്സ് ഷുഡ് ലൈ ടു സാറ്റിസ്ഫൈ ഈച്ച് ഓഫ് ദ ഇക്വേഷൻ ബിലോസ്. ഇപ്പോൾ തന്നിരിക്കുന്ന ഇക്വേഷൻസിൽ എക്സ് ഏതിൻ്റെ ഇടയിലാണ് കിടക്കുന്നത് എന്നാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. എക്സിൻ്റെ വാല്യൂ അല്ല, എക്സ് ഏതിൻ്റെയൊക്കെ ഇടയിലാണ് ലൈ ചെയ്യുന്നതാണ് കണ്ടുപിടിക്കേണ്ടത്. അല്ല, നമുക്ക് തന്നിരിക്കുന്ന 2 ക്വസ്റ്റ്യൻ പറയുന്നത് ഒന്നാമത്തെ മോഡ് എക്സ് ലെസ് ദാൻ 3 ആണ്, അതുപോലെ രണ്ടാമത്തെ പറയുന്നത് മോഡ് എക്സ് മൈനസ് 2 ലെസ് ദാൻ 1 ആണ്. അപ്പോൾ ഈ എക്സ് ഏതിൻ്റെയൊക്കെ ഇടയിലാണ് കിടക്കുന്നതാണ് ഇപ്പോൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ആൻസർ ഫസ്റ്റ് വൺ മോഡ് എക്സ് ലെസ് ദാൻ 3 ആണ്. അപ്പോൾ ഇതിന് നമുക്ക് മനസ്സിലാക്കാം ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 0 ആൻഡ് എക്സ് ഷുഡ് ബി ലെസ് ദാൻ 3. അപ്പോൾ 0-ൽ നിന്ന് എക്സിലേക്കുള്ള ഡിസ്റ്റൻസ് വന്നിട്ട് 3-നേക്കാളും ലെസ് ആയിരിക്കണം. അപ്പോൾ മോഡ് എക്സ് ലെസ് ദാൻ 3 ആണ് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ -3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ +3. അത് എക്സ് പറയുന്നത് -3-ൻ്റെയും +3-ൻ്റെയും ഇടയിലായിരിക്കും ലൈ ചെയ്യുന്നത്. സോ ദ വാല്യൂസ് ഓഫ് എക്സ് ലൈസ് ബിറ്റ്വീൻ -3 ആൻഡ് +3. ദാറ്റ് ഈസ് -3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 3. സെക്കൻഡ് വൺ നോക്കാം. മോഡ് എക്സ് മൈനസ് 2 ലെസ് ദാൻ 1 തന്നിട്ടുള്ളത്. അപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ആൻഡ് എക്സ് പറയുന്നത് 1-നേക്കാളും ലെസ് ആയിരിക്കും. സോ ദ വാല്യൂ ഓഫ് എക്സ് ഈസ് ബിറ്റ്വീൻ 2 + 1 ആൻഡ് 2 - 1. 2 + 1-ൻ്റെ ഇടയിലോ അല്ലെങ്കിൽ 2 - 1-ൻ്റെ ഇടയിലായിരിക്കും എക്സ് ലൈ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ റിയൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 3 ആൻഡ് 1. 2 + 1 പറഞ്ഞാൽ എന്താ? 3 ആണ്. 2 - 1 പറഞ്ഞാൽ 1 ആണ്.
അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലായിരിക്കും നമ്മുടെ എക്സ് ലൈ ചെയ്യുന്നത്. ദാറ്റ് ഈസ് 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 3. 1ൻ്റെയും 3ൻ്റെയും ഇടയിലാണ് എക്സ് ലൈ ചെയ്യുന്നത്. ഇതുപോലുള്ള വീഡിയോസ് ടോപ്പ് ട്യൂഷൻ ചാനൽ റെഗുലറായി പബ്ലിഷ് ചെയ്യുന്നുണ്ട്. പുതിയ വീഡിയോകൾ ഉടൻ തന്നെ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. Question: Find between which numbers x should lie to satisfy each of the equations below. First one, x minus 1 less than 2. Second one, mod x plus 1 less than 2. അപ്പോൾ ഇത് നമ്മുടെ നേരത്തെ പ്രോബ്ലത്തിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആണ്. അപ്പോൾ അവിടെ നമ്മൾ രണ്ടെണ്ണം ഡിസ്കസ് ചെയ്തു. അതിൻ്റെ ബാക്കി രണ്ടെണ്ണമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വൺ നോക്കാം. മോഡ് എക്സ് മൈനസ് 1 ലെസ് ദാൻ 2 ആണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് മോഡ് എക്സ് മൈനസ് 1 ലെസ് ദാൻ 2 ആണ്. അതായത് ദ വാല്യൂസ് ഓഫ് എക്സ് വിൽ ദ റിയൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 1 + 2 ആൻഡ് 1 - 2. അപ്പോൾ എക്സ് ലൈ ചെയ്യുന്നത് 1 + 2, അതായത് 3ൻ്റെയും 1 - 2 പറയുന്നത് -1ൻ്റെ ഇടയിലായിരിക്കും. ദാറ്റ് ഈസ് ദ റിയൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 3 ആൻഡ് -1. ദാറ്റ് ഈസ് -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 3. എക്സ് പറയുന്നത് -1ൻ്റെ 3ൻ്റെയും ഇടയിലാണ് ലൈ ചെയ്യുന്നത്. ഇനി സെക്കൻഡ് വൺ നോക്കാം. മോഡ് എക്സ് പ്ലസ് 1 ലെസ് ദാൻ 2 ആണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് മോഡ് എക്സ് പ്ലസ് 1 ലെസ് ദാൻ 2 ആണ്. അപ്പോൾ ഇതിന് നമുക്ക് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. അതായത് മോഡ് എക്സ് പ്ലസ് 1ന് നമ്മൾ -1 കൊടുത്തു, ലെസ് ദാൻ 2 കൊടുത്തു. സോ ദ വാല്യൂസ് ഓഫ് എക്സ് വിൽ ബി റിയൽ നമ്പേഴ്സ് ബിറ്റ്വീൻ -1 + 2 ആൻഡ് -1 - 2. -1 + 2 പറഞ്ഞാൽ -1 ആണ്. -1 - 2 പറയുന്നത് -3 ആണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലാണ് എക്സ് ലൈ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ നമ്പർ ബിറ്റ്വീൻ 1 and 3, 1 and -3. ദാറ്റ് ഈസ് -3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1. Question: Find the integers satisfying each of the equations in given problems. First one, mod x less than 3. Second one, mod x minus 2 less than 1. Third one, mod x minus 1 less than 2. Fourth one, mod x plus 1 less than 2. അപ്പോൾ താഴെ തന്നിരിക്കുന്ന പ്രോബ്ലംസത്തിൽ ഇൻറ്റിജേഴ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന വാല്യൂസ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാം നോക്കാം. ആൻസർ: ഫസ്റ്റ് വൺ നമുക്ക് തന്നിട്ടുണ്ട് മോഡ് എക്സ് ലെസ് ദാൻ 3 എന്നാണ്. സോ ദ വാല്യൂസ് ഓഫ് എക്സ് വിൽ ബി ദ ഇൻറ്റിജേഴ്സ് ബിറ്റ്വീൻ -3 ആൻഡ് +3. അപ്പോൾ നമ്മുടെ വാല്യൂസ് പറയുന്നത് -3ൻ്റെയും +3ൻ്റെയും ഇടയിലായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലം പോലെ തന്നെയാണ്. അപ്പോൾ അതിന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? എക്സ് പറയുന്നത് -2, -1, 0, 1, 2 ആണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ പോവാം. മോഡ് എക്സ് -2 ലെസ് ദാൻ 1 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വാല്യൂസ് ഓഫ് എക്സ് വിൽ ബി ദ ഇൻറ്റിജേഴ്സ് ബിറ്റ്വീൻ. അപ്പോൾ എക്സിൻ്റെ വാല്യൂസ് പറയുന്നത് ഏതൊക്കെ ഇൻറ്റിജേഴ്സിൻ്റെ ഇടയിലാണ് വരുന്നത് നോക്കാം. 2 + 1ൻ്റെയും അതുപോലെ 2 - 1ൻ്റെ ഇടയിലായിരിക്കും വരുന്നത്. അപ്പോൾ 2 + 1 പറയുന്നത് 3 ആണ്. 2 - 1 പറയുന്നത് 1 ആണ്. അപ്പോൾ നമ്മുടെ ഇൻറ്റിജർ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇൻറ്റിജേഴ്സ് പറയുന്നത് 3ൻ്റെയും 1ൻ്റെയും ഇടയിലായിരിക്കും. അതായത് എക്സ് ഈക്വൽ ടു 2. 3ൻ്റെയും 1ൻ്റെയും ഇടയിൽ ആരുള്ളത്? 2 അല്ലേ ഉള്ളൂ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ പറയുന്നത് 2 ആയിരിക്കും. ഇനി നമുക്ക് തേർഡ് നോക്കാം. അത് നമുക്ക് തന്നിട്ടുണ്ട് മോഡ് എക്സ് -1 ലെസ് ദാൻ 2 തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വാല്യൂസ് ഓഫ് എക്സ് പറയുന്നത് ഏതിൻ്റെയൊക്കെ ഇടയിലാണ് കിടക്കുന്നത് നോക്കാം. അതായത് 1 + 2ൻ്റെയും 1 - 2ൻ്റെ ഇടയിലാണ് കിടക്കുന്നത്. 1 + 2 പറയുന്നത് 3, 1 - 2 പറയുന്നത് -1. അപ്പോൾ -1ൻ്റെയും 3ൻ്റെ ഇടയിലാണ് നമ്മുടെ എക്സിൻ്റെ വാല്യൂ കിടക്കുന്നത്. That is the integers between 3 and -1. Therefore, x equal to 2, 1, 0. നെക്സ്റ്റ് നാലാമത്തെ നോക്കാം. തന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ മോഡ് എക്സ് പ്ലസ് 1 ലെസ് ദാൻ 2 ആണ്. അപ്പോൾ ഇതിനെ ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്ത് എഴുതിക്കഴിഞ്ഞാൽ മോഡ് എക്സ് -1 ലെസ് ദാൻ 2 ആണ് കിട്ടുന്നത്. സോ ദ വാല്യൂസ് ഓഫ് എക്സ് വിൽ ബി ദ ഇൻറ്റിജേഴ്സ് ബിറ്റ്വീൻ -1 + 2 ആൻഡ് -1 - 2ൻ്റെ ഇടയിലാണ് നമ്മുടെ എക്സ് വാല്യൂ കിടക്കുന്നത്. ദാറ്റ് ഈസ് ദ ഇൻറ്റിജേഴ്സ് ബിറ്റ്വീൻ -1 + 2 പറയുന്നത് 1 ആണ് ആൻഡ് -1 - 2 പറയുന്നത് -3 ആണ്. അപ്പോൾ -3ൻ്റെയും 1ൻ്റെയും ഇടയിലായിരിക്കും നമ്മുടെ എക്സ് വാല്യൂസ് കിടക്കുന്നത്. ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു -2, -1, 0. Question: Find the number which mark the midpoint of the points marked by each pair of the numbers given below on the number line. First one, 1 - 5. Second one, -1 - 5. Third one, -1/2, -1/3. Fourth one, -1/2, 3/4.
അപ്പോൾ നമുക്ക് കുറച്ച് പെയേഴ്സ് ഓഫ് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ആ നമ്പേഴ്സിൻ്റെ മിഡ് പോയിന്റ് ആണ് കണ്ടുപിടിക്കുന്നത്. നമുക്ക് ഒരു നമ്പർ ലൈൻ വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നിരിക്കുന്നത് 1 ഉം -5 ആണ്. അപ്പോൾ നമുക്കൊരു നമ്പർ ലൈൻ വരയ്ക്കാം. നടുവിൽ 0, അതിൻ്റെ റൈറ്റ് സൈഡിൽ 1 2 3 പറഞ്ഞിട്ട് അങ്ങനെ എഴുതിയിട്ട് പോവാം. അതുപോലെ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ -1 -2 പറഞ്ഞിട്ട് അങ്ങനെ എഴുതിയിട്ട് പോവാം. ഇപ്പം നമുക്ക് 1ൻ്റെയും -5ൻ്റെയും ഇടയിലുള്ള മിഡ് പോയിന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് നമുക്കൊന്ന് ഒന്ന് നമ്പർ ലൈൻ വരച്ചിട്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പം മിഡ് പോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കുക വെച്ചാൽ ഈ രണ്ട് നമ്പറിനും ആഡ് ചെയ്ത് ഡിവൈഡ് ബൈ 2 ചെയ്താൽ മതി. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. Midpoint of the numbers 1 - 5 equal to 1 plus -5 divided by 2. അപ്പോൾ 1 plus -5 പറയുന്നത് -4/2 ആണ്. -4/2 ആണ്. അപ്പോൾ 4/2 പറഞ്ഞാൽ 2 ആണ്. -4 ആ സൈനും കൂടി കിട്ടുമ്പോൾ -2 ആണ് കിട്ടുന്നത്. സെക്കൻഡ് വൺ പറയുന്നത് -1 -5 ആണ്. അപ്പോൾ മിഡ് പോയിന്റ് ഓഫ് ദ നമ്പേഴ്സ് -1 -5 ഈക്വൽ ടു -1 plus -5 divided by 2. അപ്പോൾ -1 plus -5 പറഞ്ഞാൽ -6 ആണ് ഡിവൈഡ് ബൈ 2. അപ്പോൾ 6 divided by 2 3 ആണ്. അപ്പോൾ -6 ആയതുകൊണ്ട് അത് -3 ആയി മാറും. ഈ തേർഡ് വൺ പറയുന്നത് -1/2 -1/3 ആണ്. അപ്പോൾ മിഡ് പോയിന്റ് ഓഫ് ദി നമ്പേഴ്സ് -1/2 -1/3 ഈക്വൽ ടു -1/2 plus -1/3 divided by 2. അപ്പോൾ അതൊന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് ആഡ് ചെയ്ത് അല്ലെങ്കിൽ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് -5/6 divided by 2 ആണ് കിട്ടുക. ദാറ്റ്സ് ഈക്വൽ ടു -5/12. ഫോർത്ത് വൺ പറയുന്നത് -1/2 3/4 ആണ്. അപ്പോൾ മിഡ് പോയിന്റ് ഓഫ് ദി നമ്പേഴ്സ് -1/2 3/4 ഈക്വൽ ടു -1/2 plus 3/4 divided by 2. That's equal to 1/4 divided by 2 equal to 1/8. Question. Find the number which mark the midpoint of the points marked by each pair of numbers given below on the number line. -2.5 3.5, 1.3 8.7, -√2 -√3, -√3 √7. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ വന്നിട്ട് ഇതിന് മുമ്പത്തെ ക്വസ്റ്റ്യൻ്റെ കണ്ടിന്യൂഷൻ ആണ്. അപ്പോൾ ഇതിൽ ആദ്യം തന്നിരിക്കുന്നത് -2.5 3.5 ആണ്. അപ്പോൾ മിഡ് പോയിന്റ്സ് ഓഫ് ദി നമ്പേഴ്സ് -2.5 3.5 ഈക്വൽ ടു -2.5 plus 3.5 divided by 2. അപ്പോൾ -2.5 3.5 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 കിട്ടും. 1/2 ആണ് അതിൻ്റെ മിഡ് പോയിന്റ് പറയുന്നത്. പിന്നെ 1.3 8.7 ആണ്. അപ്പോൾ മിഡ് പോയിന്റ് ഓഫ് ദി നമ്പേഴ്സ് 1.3 8.7 ഈക്വൽ ടു 1.3 plus 8.7 divided by 2. അപ്പോൾ അത് രണ്ടും കൂടി ആഡ് ചെയ്തതിനാൽ 10 ആണ് വരിക. അപ്പോൾ 10 divided by 2 ദാറ്റ്സ് ഈക്വൽ ടു 5. നെക്സ്റ്റ് വരുന്നത് √2 -√2 -√3 ആണ്. അപ്പോൾ മിഡ് പോയിന്റ് ഓഫ് ദ നമ്പേഴ്സ് -√2 -√3 പറയുന്നത് -√2 plus -√3 divided by 2 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് സൈൻ നമ്മൾ കോമൺ ആയിട്ട് പുറത്തെടുത്തു. √2 plus √3 കൊടുത്തു ഡിവൈഡ് ബൈ 2 ചെയ്തു. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. പിന്നെ വരുന്നത് -√3 7 ആണ്. അപ്പോൾ മിഡ് പോയിന്റ് ഓഫ് ദ നമ്പേഴ്സ് -√3 7 ഈക്വൽ ടു -√3 plus √7 divided by 2. ഇനി നമുക്ക് √7 ഈ സൈഡിലും -√3 മറ്റേ സൈഡിലും കൂടി ഇട്ട് കഴിഞ്ഞാൽ √7 -√3 divided by 2 ആണ് മിഡ് പോയിന്റ് ആയിട്ട് കിട്ടുന്നത്. വിദ്യാധനം സർവ്വധനാൽ പ്രധാനം, കൊടുക്കുന്തോറും ഏറിടും വിദ്യ തന്നെ മഹാധനം. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായും കൂട്ടുകാർക്കും ഷെയർ ചെയ്തു കൊടുക്കൂ. ക്വസ്റ്റ്യൻ. Find the numbers which mark the points dividing the distance between the points marked by 1 and 2 into 4 equal parts on the number line. ഇപ്പോൾ താഴെ ഒരു നമ്പർ ലൈൻ തന്നിട്ടുണ്ട്. അപ്പോൾ 1ൻ്റെയും 2ൻ്റെ ഇടയിൽ നമ്മൾ ഈ 4 പാർട്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ A, B, C പറഞ്ഞ കുറച്ച് പോയിന്റ്സിൻ്റെ നമ്പേഴ്സാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ആൻസർ. The points A, B and C divide the segment between 1 and 2 into 4 equal parts. അപ്പോൾ എയും ബിയും സിയും ആണ് നമ്മുടെ 1 മുതൽ 2 വരെയുള്ള ആ ഒരു നമ്പർ ലൈന് 4 ഈക്വൽ പാർട്സ് ആയി ഡിവൈഡ് ചെയ്യുന്നത്. ബി ഈസ് ദ മിഡിൽ ഓഫ് 1 and 2. അപ്പോൾ ബി ആണ് നമ്മുടെ 1ൻ്റെയും 2ൻ്റെയും മിഡിലായിട്ട് കിടക്കുന്നത്. എ ഈസ് ദ മിഡിൽ ഓഫ് 1 and B. എ പറയുന്നത് 1ൻ്റെയും ബിൻ്റെയും മിഡിലാണ്. അതുപോലെ സി പറയുന്നത് ബിൻ്റെയും 2ൻ്റെയും മിഡിലാണ്. ഇനി നമുക്ക് ഓരോന്നിൻ്റെ നമ്പേഴ്സാണ് കണ്ടുപിടിക്കുന്നത്. എൻ്റെ വാല്യൂ, ബിൻ്റെ വാല്യൂ, സിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്.
അപ്പോൾ അത് നമ്മൾ ഡിനോട്ടിങ് ദ പോയിന്റ് ബി. അപ്പോൾ നമുക്ക് ബി മിഡ് പോയിന്റ് ആണ് കണ്ടുപിടിക്കാൻ വന്നത്. അപ്പോൾ 1ന്റെയും 2ന്റെയും മിഡ് പോയിന്റ് ആണ് ബി പറയുന്നത്. അപ്പോൾ അതെങ്ങനെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാം? 1 + 2 ചെയ്തിട്ട് ഡിവൈഡ് ബൈ 2 ചെയ്താൽ മതി. ഈക്വൽ ടു മിഡ് പോയിന്റ് ഓഫ് 1 and 2 ഈക്വൽ ടു 1 + 2 ഡിവൈഡ് ബൈ 2. 1 + 2 പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ 3/2 കിട്ടും. 3/2 നമ്മൊന്ന് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1.5 ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ബിന്റെ വാല്യൂ 1.5 കിട്ടി. നെക്സ്റ്റ് നമുക്ക് നമ്പർ ഡിനോട്ടിങ് ദ പോയിന്റ് എ. എന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എ പറയുന്നത് എന്താണ്? മിഡ് പോയിന്റ് ഓഫ് 1 and ബി ആണ്. അപ്പോൾ ബി നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു 1.5 എന്ന്. അപ്പോൾ മിഡ് പോയിന്റ് ഓഫ് 1 and 1.5 ആണ് കണ്ടുപിടിക്കുന്നത്. ഈക്വൽ ടു 1 + 1.5 ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു 1 + 1.5 പറയുന്നത് 2.5 ആണ്. 2.5 ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു 1.25. അപ്പോൾ നമ്മൾ എന്റെ വാല്യൂം കണ്ടുപിടിച്ചു. ഇനി നമ്പർ ഡിനോട്ടിങ് ദ പോയിന്റ് സി. ഇനി നമുക്ക് സിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ സി പറയുന്നത് ബിന്റെയും 2ന്റെയും മിഡ് പോയിന്റ് ആണ്. ഈക്വൽ ടു മിഡ് പോയിന്റ് ഓഫ് ബി ആൻഡ് 2. അപ്പോൾ ബിന്റെ വാല്യൂ നമുക്കറിയാം. മിഡ് പോയിന്റ് ഓഫ് 1.5 and 2 ആണ്. ഈക്വൽ ടു 1.5 + 2 ഡിവൈഡ് ബൈ 2 ദാറ്റ്സ് ഈക്വൽ ടു 3.5 ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു 1.75. അപ്പോൾ നമ്മൾ എന്റെയും ബിന്റെയും സിന്റെയും വാല്യൂ ഇവിടെ കണ്ടുപിടിച്ചു. അപ്പോൾ ആദ്യത്തെ പറയുന്നത് 1.5 പറയുന്നത് ബിന്റെ വാല്യൂ ആണ്. 1.25 പറയുന്നത് എന്റെ വാല്യൂ ആണ്. 1.75 പറയുന്നത് സിന്റെ വാല്യൂ ആണ്. ക്വസ്റ്റ്യൻ, ഫൈൻഡ് എക്സ് സാറ്റിസ്ഫൈങ് ഈച്ച് ഓഫ് ദ ഇക്വേഷൻസ് ബിലോ. ഫസ്റ്റ് വൺ mod x - 1 ഈക്വൽ ടു mod x - 3. സെക്കൻഡ് വൺ mod x - 3 ഈക്വൽ ടു mod x - 4. അപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈ രണ്ട് ഇക്വേഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന പോലെ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. mod x - 1 ഈക്വൽ ടു mod x - 3 ആണെന്ന്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എക്സിൻ്റെയും 1ന്റെയും ഡിസ്റ്റൻസും അതുപോലെ എക്സിൻ്റെയും 3ന്റെയും ഡിസ്റ്റൻസും ഈക്വൽ ആണെന്നാണ്. അപ്പോൾ എക്സ് പറയുന്നത് 1ന്റെയും 3ന്റെയും മിഡ് പോയിന്റ് ആയിരിക്കും. എക്സ് പറയുന്നത് 1ന്റെയും 3ന്റെയും മിഡ് പോയിന്റ് ആയിരിക്കും. അപ്പോൾ മിഡ് പോയിന്റ് ഓഫ് 1ഉം 3ഉം എങ്ങനെ കണ്ടുപിടിക്കാം? 1 പ്ലസ് ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു 1 + 3/2 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 1 + 3 പറയുന്നത് 4 ആണ്. 4/2. 4 ഡിവൈഡ് ബൈ 2 പറയുന്നത് 2 ആണ്. അപ്പോൾ mod x - 1 ഈക്വൽ ടു mod x - 3യിലെ എക്സിൻ്റെ വാല്യൂ പറയുന്നത് 2 ആണ്. ഇനി സെക്കൻഡ് ഇക്വേഷൻ നോക്കാം. നമുക്ക് തന്നിരിക്കുന്നത് mod x - 3 ഈക്വൽ ടു mod x - 4 ആണ്. അപ്പം അതിൻ്റെ അർത്ഥം എക്സിൻ്റെയും 3ന്റെയും ഡിസ്റ്റൻസും അതുപോലെ എക്സിൻ്റെയും 4ന്റെയും തമ്മിലുള്ള ഡിസ്റ്റൻസും സെയിം ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എക്സ് പറയണത് എന്തിൻ്റെയൊക്കെ മിഡ് പോയിന്റിൻ്റെ ഇടയിലായിരിക്കും ഉണ്ടാവുക? 3ന്റെയും 4ന്റെയും മിഡ് പോയിന്റ് ആണ്. അപ്പോൾ എങ്ങനെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാം? എക്സ് ഈക്വൽ ടു 3 + 4 ഡിവൈഡ് ബൈ 2 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 3 + 4 പറയുന്നത് 7 ആണ്. 7 ഡിവൈഡ് ബൈ 2 ദാറ്റ്സ് ഈക്വൽ ടു 3.5. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ്റെ എക്സിൻ്റെ വാല്യൂ 2ഉം രണ്ടാമത്തെ ഇക്വേഷൻ്റെ എക്സിൻ്റെ വാല്യൂ 3.5 ആണ്. ക്വസ്റ്റ്യൻ, ഫൈൻഡ് എക്സ് സാറ്റിസ്ഫൈങ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് ഇക്വേഷൻസ് ബിലോ. അപ്പോൾ ഇത് നേരത്തെ ക്വസ്റ്റ്യൻസിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. അപ്പോൾ ഇതിലും നമുക്ക് എക്സ് വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ തന്നിരിക്കുന്ന രണ്ട് ഇക്വേഷൻസ് പറയുന്നത് ഒന്ന് mod x + 2 ഈക്വൽ ടു mod x - 5 ആണ്. പിന്നെ വന്നിട്ട് mod x ഈക്വൽ ടു mod x + 1 ആണ്. അപ്പോൾ ഇതിൽ നിന്നും എക്സ് വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യത്തെ ഇക്വേഷനായ mod x + 2 ഈക്വൽ ടു mod x - 5 നമുക്കൊന്ന് റീറൈറ്റ് ചെയ്ത് എഴുതാം. അതായത് എക്സ് മൈനസ് +2നെ നമുക്ക് -2 ആക്കി എഴുതാം. ദാറ്റ്സ് ഈക്വൽ ടു x - 5. അപ്പോൾ ഇതിന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ x and -2 ഈസ് ഈക്വൽ ടു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ x and 5. അത് എക്സും 5ഉം തമ്മിലുള്ള ഡിസ്റ്റൻസും അതുപോലെ എക്സും -2 തമ്മിലുള്ള ഡിസ്റ്റൻസും ഈക്വൽ ആണെന്നാണ് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ എക്സ് പറയുന്നത് -2ന്റെയും 5ന്റെയും മിഡ് പോയിന്റ് ആയിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക. അപ്പോൾ അതെങ്ങനെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാമെന്ന് നോക്കാം. അപ്പോൾ -2ന്റെയും 5ന്റെയും മിഡ് പോയിന്റ് കണ്ടുപിടിക്കണമെങ്കിൽ -2 + 5 ഡിവൈഡ് ബൈ 2 ചെയ്താൽ മതി. Therefore x ഈക്വൽ ടു -2 + 5 ഡിവൈഡ് ബൈ 4. -2ഉം 5ഉം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 3 ആണ് കിട്ടുന്നത്. അപ്പോൾ 3/2 ആണ് വരിക. 3/2 പറയുന്നത് 1.5 ആണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ എക്സിൻ്റെ വാല്യൂ പറയുന്നത് 1.5 ആണ്.
ഞാൻ അടുത്ത ഇക്വേഷൻ നോക്കാം. mod x ഈക്വൽ ടു mod x പ്ലസ് 1. അപ്പോൾ ഈ ഇക്വേഷനും നമുക്ക് ഒന്ന് മാറ്റി എഴുതാം. mod x മൈനസ് 0 ഈക്വൽ ടു എക്സ് മൈനസ് -1. അത് പ്ലസ് 1 നമ്മൾ -1 ആക്കി എഴുതി. അപ്പോൾ ഈ ഇക്വേഷനിൽ നമുക്ക് എന്താ മനസ്സിലാക്കാൻ വെച്ചാൽ എക്സ് പറയുന്നത് എക്സും 0 തമ്മിലുള്ള ഡിസ്റ്റൻസും അതുപോലെ എക്സും -1 തമ്മിലുള്ള ഡിസ്റ്റൻസും ഈക്വൽ ആണെന്നാണ്. അപ്പോൾ എക്സ് ലൈ ചെയ്യുന്നത് 0-ൻ്റെയും -1-ൻ്റെയും ഇടയിലായിരിക്കും. Therefore, x equal to 0 plus -1 divided by 2. അപ്പോൾ 0 plus -1 പറഞ്ഞാൽ -1 ആണ്. അപ്പോൾ that's equal to -1 divided by 2. -1 divided by 2 equal to -0.5. അപ്പോൾ സെക്കൻഡ് ഇക്വേഷൻ്റെ എക്സിൻ്റെ വാല്യൂ പറയുന്നത് -0.5 ആണ്. ടോപ്പ് ട്യൂഷൻ്റെ ഈ ഒരു ട്യൂട്ടോറിയൽ കണ്ടതിന് എല്ലാവർക്കും നന്ദി. ഈ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ നിങ്ങളുടെ പരീക്ഷയിൽ സഹായകരമാകുമെന്ന് കരുതുന്നു. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെയുള്ള കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. കൂടുതൽ ഇൻട്രാക്റ്റീവ് ക്ലാസ്സുകൾക്കും മറ്റു വിവരങ്ങൾക്കും താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.